Bismillah walhamdulillah wassalatu wassalamu ala sayyidina rasulillah wa ala alihi wa ashabihi ajma'in amma ba'd. Allahumma allimna ma yanfa'una wa anfa'na bima 'allamtana wa zidna ilman nafi'a. Allahumma ighfir lana wa liwalidina wa li azwajina wa li dhurriyyatina wa li asatidina wa li talamidina wa li sa'iri a'immatid din. അബ്രഹത്തും കൂട്ടരും താമസിയാതെ തന്നെ മക്ക പ്രദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. കഅബാലയത്തിൻ്റെ പരിസരത്ത് എല്ലാ ആനകളെയും സജ്ജമാക്കി നിർത്തുകയും കഅബയുടെ 4 മൂലകളിലും ചങ്ങലകൾ കുളത്തി എല്ലാ ആനകളെ കൊണ്ടും ഒപ്പം വലിപ്പിച്ച് ഒറ്റയടിക്ക് കഅബം പുഴക്കിയിടണം എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അങ്ങനെ ചങ്ങലകളൊക്കെ 4 മൂലയിലും കൊളുത്തുകയും ആനകളെ കൊണ്ട് വലിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ നുഫൈല്, നമുക്ക് ഓർമ്മയുണ്ടാകും നുഫൈലിനെ, അബ്രഹത്തിനെയും കൂട്ടനെയും വഴിയിൽ വെച്ച് തടയാൻ വന്ന ആളായിരുന്നു നുഫൈല്. പക്ഷെ അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ, കൊല്ലുമെന്നായപ്പോൾ എന്നെ നിങ്ങൾ കൊല്ലരുത്, ഞാൻ നിങ്ങൾക്ക് ഗൈഡായി വർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ കൂടി. അങ്ങനെ ആ നുഫൈല് കഅബാലയത്തിൻ്റെ പരിസരത്ത് ആനകൾ സജ്ജമായി നിൽക്കുന്നത് കണ്ടപ്പോൾ നേരെ മുമ്പോട്ട് വന്നുകൊണ്ട് മഹ്മൂദ് ആന എന്ന് പറയുന്ന ഏറ്റവും വലിയ ആനയുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. യാ മഹ്മൂദ് ഉബ്റുക് വർജി റാഷിദൻ മിൻ ഹൈസു ജിഅത ഫഇന്നക ഫീ ബലദില്ലാഹിൽ ഹറാം. മഹ്മൂദ് ആന, നീ മുട്ടുകുത്തു. വർജി റാഷിദൻ മിൻ ഹൈസു ജിഅത, നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് നീ നല്ല നിലയിൽ തിരിച്ചു പോയിക്കോ. ഫഇന്നക ഫീ ബലദില്ലാഹിൽ ഹറാം, നീ അള്ളാഹുവിൻ്റെ പവിത്രമായ മണ്ണിലാണുള്ളത്, അവിടെ നീ കുഴപ്പമുണ്ടാക്കരുത്. നീ എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ട് തിരികെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചു. അതോടുകൂടെ മഹ്മൂദ് ആന മുട്ടുകുത്തി. അത് കണ്ടപ്പോൾ മറ്റു എല്ലാ ആനകളും മുട്ടുകുത്തി. നുഫൈല് ഭയന്നു. കാരണം താൻ മന്ത്രിച്ചതുകൊണ്ടാണോ ആ ആനകളൊക്കെ മുട്ടുകുത്തിയത് എന്ന് അബ്രഹത്തിന് തോന്നിയാൽ എന്നെ കശാപ്പ് ചെയ്യും, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നുഫൈല് ഖുറൈശികൾ അഭയം പ്രാപിച്ചിട്ടുള്ള മലമുകളിലേക്ക് അഭയം പ്രാപിച്ചു. അബ്രഹത്തും കൂട്ടരും ഈ ആനകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമങ്ങൾ പലതും നടത്തി. ആനകൾ എഴുന്നേൽക്കുന്നില്ല. എത്രത്തോളം മഹ്മൂദ് ആന ആ ആനയുടെ ചെവിയിൽ ഇരുമ്പിൻ്റെ കുളത്തുകൾ കയറ്റി വലിച്ചു നോക്കി, പക്ഷേ ആന എഴുന്നേൽക്കുന്നില്ല. ആ ആന എഴുന്നേറ്റാലേ മറ്റുള്ള ആനകൾ എഴുന്നേൽക്കൂ, പക്ഷേ മഹ്മൂദ് ആന എഴുന്നേൽക്കുന്നില്ല. എന്നാൽ കഅബാലയത്തിൻ്റെ ഭാഗത്തു നിന്നും തിരിച്ച് മറ്റുള്ള ഭാഗത്തേക്ക് ആനയെ നിർത്തിയാൽ അപ്പോൾ എഴുന്നേറ്റുകൊണ്ട് ഓടാൻ ശ്രമിക്കുകയാണ്. കഅബാലയത്തിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ആന വീണ്ടും മുട്ടുകുത്തുന്നു, എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ അവർ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സമുദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലാഹു തആല പ്രത്യേകതരം പക്ഷികളെ അയക്കുന്നത്. ആ പക്ഷികളുടെ കൊക്കിലും അതുപോലെ തന്നെ അവയുടെ കാലിലുമായി പ്രത്യേകതരം കല്ല്. അല്ലാഹു അത് വിവരിക്കുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നബിയെ അവിടുന്ന് കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക, അവിടുത്തെ രക്ഷിതാവ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് അള്ളാഹു ചെയ്തതെങ്ങനെയാണ് എന്ന് തങ്ങൾ കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും, അവരുടെ ചതി മുഴുവനും അള്ളാഹു ആക്കിയില്ലേ? ഫീ തദ്ലീൽ, പാഴ്വേലയാക്കിയില്ലേ? വഅർസല അലൈഹിം, അവരുടെ മേലിൽ അള്ളാഹു അയച്ചുവല്ലോ തൈറൻ, പ്രത്യേകതരം പക്ഷികളെ, അബാബീൽ, കൂട്ടം കൂട്ടമായി വരുന്ന. ചില ആളുകൾ അബാബീൽ പക്ഷി എന്നാണ് പറയാറ്, അങ്ങനെയല്ല. അബാബീൽ എന്ന് പറഞ്ഞാൽ ജമാഅത്ത്,
കൂട്ടം കൂട്ടമായി വരുന്ന പക്ഷികൾ. ആ പക്ഷികൾ തർമീഹിം, അവരെ എറിയുന്നു ആ പക്ഷികൾ, ബിഹിജാറത്തിൻ, കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജീൽ, ചുട്ടെടുത്ത പഴുത്ത കല്ലുകൾ കൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനം മിൻ സിജ്ജീൽ, റിക്കാർഡ് ചെയ്യപ്പെട്ട കല്ല്. റിക്കാർഡ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എല്ലാ കല്ലിൻ്റെ മേലിലും ആ കല്ല് ആരുടെ മേലിൽ വീഴുമോ അയാളുടെ നാമം റിക്കാർഡ് ചെയ്യപ്പെട്ടിരുന്നു, എഴുതപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ചുട്ടുപഴുത്ത കല്ലുകൊണ്ട് ആ പക്ഷികൾ അവരെ എറിയുന്നു. ഫജഅലഹും, അങ്ങനെ അള്ളാഹു അവരെ ആക്കി, കഅസ്ഫിൻ മഅകൂൽ, തിന്നപ്പെട്ട വൈക്കോല് പോലെയാക്കി. രണ്ട് വ്യാഖ്യാനം അവിടെ വന്നിട്ടുണ്ട്. ഒന്ന്, തിന്ന് ബാക്കിയാക്കിയ വൈക്കോലിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ, അതായത് പീസ് പീസാക്കി. ഈ ചുട്ടുപഴുത്ത കല്ല് മൂർധാവിൽ വന്ന് വീഴുന്നതോടുകൂടെ അത് മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്നു. തലയിൽ അത് വീഴുന്നതോടുകൂടെ അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കഷ്ണം കഷ്ണമായിട്ടാണ് താഴേക്ക് വീഴുന്നത്. ഒറ്റയടിക്ക് മരിച്ചു വീഴുകയല്ല, മറിച്ച് ഓരോ ഭാഗവും പീസ് പീസായിട്ട് ഇങ്ങനെ വീഴുകയായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. തിന്നപ്പെട്ട വൈക്കോല് പോലെ, തിന്ന് ബാക്കിയാക്കിയ വൈക്കോലിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ കഷ്ണം കഷ്ണമാക്കി അള്ളാഹു അവരെ നശിപ്പിച്ചില്ലയോ. മറ്റൊരു വ്യാഖ്യാനപ്രകാരം കഴിച്ച്, നാൽക്കാലികൾ കഴിച്ച് മലമായി പോകുന്നത് പോലെ, അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ചുട്ടുപഴുത്ത കല്ല് തലയിൽ വീഴുന്നതോടുകൂടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയായിരുന്നു. ആ ഒലിച്ച് നിലത്ത് വീണിട്ടുള്ളതിങ്ങനെ കാണുകയാണെങ്കിൽ അപ്പിയിട്ടതുപോലെ, മൃഗങ്ങൾ അപ്പിയിട്ടതുപോലെ തോന്നുമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കാസ്ഫിം കൂൽ, തിന്നപ്പെട്ട, അങ്ങനെ തിന്നുകൊണ്ട് മലമായി പോകുന്ന വൈക്കോല് പോലെ അള്ളാഹു അവരെ ആക്കി. ആ രൂപത്തിൽ അള്ളാഹു അവരെ നശിപ്പിച്ചില്ലയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയും വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു തആല അവൻ്റെ പരിശുദ്ധമായ ഗേഹത്തെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ആനപ്പടയാളികൾ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് ഈ അധ്യായത്തിൽ അള്ളാഹു തആല വിവരിച്ചിട്ടുള്ളത്. അള്ളാഹു തആല ആ ഭവനത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുവാനും അവിടെ എത്തി ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.